ചർച്ചയാകണമെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കേണ്ടി വരും. രഞ്ജിത്ത്, അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എന്തായാലും ഈ സ്ഥലത്തെക്കുറിച്ചും ഈ മേഖലയെക്കുറിച്ചും അറിയില്ലാത്ത പ്രേക്ഷകർക്ക് കൂടി അവിടുത്തെ ഒരു പൊതു സാഹചര്യം കൂടി നമുക്ക് പങ്കുവയ്ക്കാം. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന കൊല്ലം ഭാഗത്തേക്കുള്ള വഴിയിലാണ്, സംസ്ഥാന പാതയിലാണ് ഈ അപകടം നടക്കുന്നത്. അത് ആ പ്രധാന പാതയിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന നെടുവത്തൂർ ഭാഗത്തേക്കുള്ള വഴിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നീലേശ്വരം എന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ആണിപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണിക്കാൻ കഴിയുന്നത്. അതായത് നാളുകൾക്ക് മുമ്പ് അവിടെ ഗൂഗിൾ പകർത്തിയ ആ ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. യാദൃച്ഛികത എന്നോണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ഒരു ടിപ്പർ ലോറിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈ അപകടമുണ്ടാക്കിയ ആ ജംഗ്ഷനാണിപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന പ്രേക്ഷകർക്ക്. അവിടെ തന്നെ യാദൃശ്ചികമായിട്ട് ഗൂഗിളിൻ്റെ ആ പിക്ചറിൽ കടന്നു വരുന്നതും ഒരു ടിപ്പർ ലോറിയാണ് എന്ന പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാം, നിരവധി ടിപ്പർ ലോറികളടക്കം കടന്നു പോകുന്ന വഴിയാണ്. പ്രദേശവാസികൾ ഈ അപകടത്തിന് ശേഷം പങ്കുവച്ചതെല്ലാം മത്സരയോട്ടം നിരന്തരമായി നടക്കുന്ന ഇടമാണ്, നിരവധിയായി മണ്ണെടുപ്പ് നടക്കുന്ന മേഖലയാണ്, വാഹനങ്ങൾ ടിപ്പർ ലോറികൾ കടന്നു പോകുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായില്ല എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ ഈ അപകടത്തിന് കാരണക്കാരനായത് ഒരു ടൂ വീലർ യാത്രക്കാരനോ അതോ ടിപ്പർ ലോറി ഡ്രൈവറോ എന്തു തർക്കവും ഉണ്ടാവട്ടെ, ഇതിൽ പല ആശയക്കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിരന്തരമായി ഈ ടിപ്പർ ലോറികളുടെ മത്സരപ്പായൽ നടക്കുന്ന ഇടമാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് അറിയാനാവുന്നുണ്ട്. അതായത് ഈ റോഡ് ഈ ഒരു സൈഡിലേക്ക് തിരിയുന്നതും വേഗത്തിലുള്ള വഴി തന്നെയാണ്. ആ വഴിയിലും കൂടുതൽ നമുക്ക് ആ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് കൂടി പോകാം. ഈ റോഡിൻ്റെ ഈ വശത്തേക്ക് വരുമ്പോഴും നമുക്കറിയാനാവുന്നുണ്ട് കൊട്ടാരക്കര ഭാഗത്തേക്കുള്ള റോഡാണ് ഇത്. കുട്ടികളൊക്കെ അന്ന് ഇത് അവിടെ ബസ് കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എക്സൈറ്റ് പോയിന്റ്, ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലം ഏതാണെന്ന് നമുക്ക് ആ മേഖല അത്ര പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് പങ്കുവയ്ക്കാനാവുന്നില്ല. പക്ഷേ ഈ ജംഗ്ഷനിൽ തന്നെയാണ് അപകടമുണ്ടായെന്ന് വ്യക്തമാണ്. ഇത് അതിലേക്ക് ആ റോഡാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതേസമയം തൊട്ടപ്പുറം അതിൻ്റെ ആ ജംഗ്ഷനാണ്. ഒരുപക്ഷെ ഈ മേഖലയിൽ നിന്ന് കുട്ടികൾ അവിടെ നിന്ന് ഇടത്താണ് അപകടമുണ്ടായെന്ന് കരുതാം. അവിടെ ഒരു ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ബോർഡ് കാണാനാവുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റോഡ് ഇങ്ങോട്ട് വളഞ്ഞു പോവുകയാണ്. ഇങ്ങോട്ട് വളഞ്ഞു പോകുന്ന ഒരു റോഡാണ്. ഒപ്പം ഇതുണ്ട് ഒരു 3 കൂടുന്ന ഒരു ജംഗ്ഷനാണിത്. ഇവിടെയാണ് ഈ തരത്തിലൊരു JCB ഒരു ടിപ്പർ ലോറി നമുക്ക് കാണാനാവുന്നത്. ഈ റോഡ് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു അല്പം വീതി കൂടിയ റോഡ് തന്നെയാണ്. അതായത് ബസ്സുകൾക്കും അല്ലെങ്കിൽ ഇത്തരം ഭാരം കയറ്റിയ വാഹനങ്ങൾക്കുമൊക്കെ മത്സരയോട്ടം സ്വാഭാവികമായി നടന്നു വെക്കാൻ കഴിയുന്ന വേഗത്തിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നൊരു വഴിയാണ്. സ്വാഭാവികമായും അപകടം കൂടും. നമുക്കറിയാം, മികച്ച റോഡുകളാണ്, നല്ല സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ടിപ്പർ ലോറികളുടെ മത്സരയോട്ടം ആ പ്രദേശത്ത് ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെ നമുക്ക് കരുതണം. അതാണ് നാട്ടുകാരും പറയുന്നത്. നോക്കൂ, ഇതിനകം തന്നെ പ്രതികരിച്ച പലരും പങ്കുവെച്ച ഒരു പൊതുവികാരം, ഞങ്ങൾ എത്രയോ വട്ടമായി ഇത് പരാതിപ്പെടുന്നു, പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്നതാണ്. രഞ്ജിത്ത് മുമ്പ് സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം ഉണ്ടാകുമ്പോഴും അധികാരികളും ഇടപെടലുകളൊക്കെ മത്സരയോട്ടത്തെക്കുറിച്ച് ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്ത് ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും അപകടമുണ്ടായത് ഈ മേഖലയിൽ തന്നെയാണ്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തേക്കുള്ള പ്രധാന പാതയിൽ നിന്നും മാറി എഴുകോൺ ഭാഗത്തേക്കുള്ള റോഡാണ് ഈ റോഡിലേക്ക് കടന്നു വരുന്നത്. ഈ റോഡിൻ്റെ സ്ട്രീറ്റ് വ്യൂ വിവരങ്ങൾ തന്നെ ഈ തരത്തിലാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് പകർത്തിയ ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എക്സാക്ട് പോയിന്റ് ആണെന്ന് ഒന്നുകൂടി വ്യക്തവരുത്തേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ആ സ്ഥലം കൂടുതൽ അറിയാവുന്ന വിനേഷിനടക്കം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് കരുതാം. ഇതുവരെ പുറത്തു വരുന്ന വിവരപ്രകാരം ഇങ്ങനെയാണ്. 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 2 മുതിർന്നവരാണ്, ഒരു കുട്ടിയാണ്. മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ നിരവധിയുണ്ട്. തിരച്ചിൽ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്കാണ്. ഇനി ആരും അവിടെ കുടുങ്ങി കിടക്കുന്നില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് ഏറെക്കുറെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഏറെക്കുറെ അവിടുന്ന് തിരച്ചിൽ പൂർണ്ണമാവുന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആളുകൾ അവിടുന്ന് പങ്കുവെച്ച അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളടക്കം പങ്കുവെച്ച വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഒരു പൊതുസൂചകം ഇങ്ങനെയാണ്. തീർത്തും ചെറുകുട്ടികളല്ല അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാരും ഒരു ബൈക്ക് യാത്രക്കാരനും ഒപ്പം തന്നെ അല്പം മുതിർന്ന കുട്ടികൾ, ഏകദേശം 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2ഓ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളാവണം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാണ് സംശയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.